എല്ലാവർക്കും ഫോട്ടോഷോപ്പിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാവുന്നതാണ്. ക്രിയേറ്റ് ന്യൂ, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഓപ്പൺ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാനിവിടെ ക്രിയേറ്റ് ന്യൂ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു പുതിയ വിൻഡോ തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസും കാണാവുന്നത് ആണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ എഡിറ്റ് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ എഡിറ്റ് വർക്കുകൾ ചെയ്യുന്നത്. അതായത് ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ വെഡ്ഡിങ് ആൽബംസ് ഡിസൈൻ ചെയ്യുക, അതും അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുവാനായിട്ട് ഇമേജസുകൾ എഡിറ്റ് ചെയ്തെടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഓരോ ഡയമെൻഷൻ ഉണ്ടായിരിക്കും. അതായത് ഇമേജിൻ്റെ സൈസ് ഓരോ വർക്കിനനുസരിച്ചും വ്യത്യാസമാണ്. അതായത് ഓരോ വെബ്സൈറ്റുകൾ പറയും ഇന്ന ഡയമെൻഷനുള്ള ഇമേജുകളായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വെഡ്ഡിങ് ആൽബംസ് ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക സൈസുകൾ ഉണ്ടായിരിക്കും. അതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു വിൻഡോയിലാണ്. ഞാൻ ഈ വിൻഡോയിൽ പോകുന്നു. ആദ്യമായിട്ട് റീസെൻറ്റ് ഫയൽസ് കാണാം. ഞാൻ റീസെൻ്റായിട്ട് ഉപയോഗിച്ച കുറച്ച് ഫയൽസ് ഇവിടെ കാണാം. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് സേവ്ഡ് കാണാം. ഇവിടെ ഞാൻ ഏതെങ്കിലും പ്രീസെറ്റ്സ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഫോട്ടോ കാണാം. ഇവിടെ ഓരോ ഫോട്ടോയുടെയും, അതായത് ഫോട്ടോ പ്രിൻ്റ് ചെയ്യാനുള്ള ഓരോ സൈസുകൾ, ഇവിടെ 7x5 അല്ലെങ്കിൽ 4x6 ഇങ്ങനെ ഓരോ ഡീഫാൾട്ടായിട്ടുള്ള പ്രീസെറ്റ്സുകൾ ഫോട്ടോഷോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻസ് A4 അല്ലെങ്കിൽ ഇവിടെ A3 എല്ലാം കൊടുത്തിട്ടുണ്ട് ആർട്ട് വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടി. അതിൻ്റെ തൊട്ട് സൈഡിൽ വെബ് വർക്കുകൾക്ക് വേണ്ടി. അത് കഴിഞ്ഞ് മൊബൈൽ സ്ക്രീനിൽ നമ്മൾക്ക് സ്യൂട്ടബിൾ ആകുന്ന രീതിയിൽ പുതിയ ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി, അതായത് മൊബൈൽ ഫോണിൽ വാൾപേപ്പേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രീസെറ്റ്സ് ആണിത്. അതിൻ്റെ തൊട്ടടുത്ത് ഫിലിംസ് ആൻഡ് വീഡിയോസ്, അതിനുള്ള പ്രീസെറ്റ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് പ്രീസെറ്റ് ഡീറ്റെയിൽസ്, ഇവിടെ നമ്മൾക്ക് റീനെയിം കൊടുത്ത് നമ്മൾക്ക് കസ്റ്റമായിട്ട് ഒരു പ്രീസെറ്റ് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴെ വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ്, അതുപോലെ ഇവിടെ യൂണിറ്റ് അതായത് പിക്സൽസ്, ഇഞ്ചസ്, സെൻറ്റിമീറ്റേഴ്സ് ഇങ്ങനെയുള്ള യൂണിറ്റ്സ് ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ റെസൊല്യൂഷൻസ്, എത്രയാണോ റെസൊല്യൂഷൻസ് വേണ്ടത് അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് തൊട്ട് താഴെ കളർ മോഡ് നിങ്ങൾ RGB മാത്രം ഇപ്പോൾ യൂസ് ചെയ്യുക. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാവുന്നതാണ്. വൈറ്റ്, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളേഴ്സ് വേണമെങ്കിൽ അതും സെലക്ട് ചെയ്യാവുന്നത് ആണ്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ടാവും. യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന സൈസ് 800x800 പിക്സൽസ് ആണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ വേറെ ഏതെങ്കിലും സൈസിലുള്ള ഇമേജസുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ യൂട്യൂബ് അവിടെ ചെയ്തു തരുമെങ്കിൽ കൂടിയും ചില ഭാഗങ്ങളൊക്കെ ക്രോപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന സൈസാണ് 800x800 പിക്സൽസ്. അത് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ അതിൻ്റെ യൂണിറ്റ്സ് പിക്സൽസ് ആയിരിക്കണം. അതുപോലെ ഞാനിവിടെ വിഡ്ത്ത് 800 എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഹൈറ്റും 800 കൊടുക്കുന്നു. റെസൊല്യൂഷൻ എപ്പോഴും ഒരു 300 കൊടുക്കുക. കളർ മോഡ് RGB, അതുപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ക്രിയേറ്റ് കൊടുക്കുന്നു. ഇതാണ് യൂട്യൂബിൻ്റെ പ്രൊഫൈൽ ഫോട്ടോയുടെ റെക്കമെൻഡ് സൈസ്. ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് വർക്കുകളൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലോഗോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നത് ആണ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് പിന്നീട് ഡീറ്റെയിൽഡായിട്ട് കാണാവുന്നതാണ്. ഞാനിവിടെ ഫയലിൽ പോയി
ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുന്നു. ഇത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. ഇത് നമ്മളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും തന്നെ ഇതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി കാണും. ഇതിൻ്റെ ഒരു കോപ്പിക്ക് സ്റ്റുഡിയോയിൽ ചാർജ് ചെയ്യുന്നത് 10 അതിൽ താഴെയോ ഒരു എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇത് സ്റ്റുഡിയോയിൽ അവർ പ്രിൻ്റ് ചെയ്യുന്നത് ഇത് ഒരു 8 ഫോട്ടോ അല്ലെങ്കിൽ 12 ഫോട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം ഒരുമിച്ചായിരിക്കും. അതിനുശേഷം അത് കട്ട് ചെയ്താണ് നമ്മൾക്ക് തരുന്നത്. അതിൻ്റെ കട്ട് ചെയ്ത ഓരോ പീസിനും നമ്മൾ 10 രൂപയോളം അവർ ചാർജ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ ഒറ്റ ഡോക്യുമെൻറ്റിൽ ഒരു 8 ഫോട്ടോ നമ്മൾക്ക് എങ്ങനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഫയലിൽ പോകുന്നു, ന്യൂ കൊടുക്കുന്നു. ഇവിടെ ഞാൻ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ഫോട്ടോയിൽ ഇവിടെ 4:6 സെലക്ട് ചെയ്യുന്നു. 4:6 എല്ലാ സ്റ്റുഡിയോയിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു പേപ്പർ സൈസാണ്. അതായത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പേപ്പർ സൈസാണ്. ഇത് എല്ലായിടത്തും അവൈലബിൾ കൂടി ആണ്. അപ്പോൾ ഇവിടെ വിഡ്ത്ത് 4 ആയിട്ടുണ്ട്, ഹൈറ്റ് 6 ആയിട്ടുണ്ട്. യൂണിറ്റ് ഇവിടെ ഇഞ്ചസ് വന്നിട്ടുണ്ട്. ഇവിടെ ഓറിയൻറ്റേഷൻ വന്നിട്ടുണ്ട്. ഓറിയൻറ്റേഷൻ ഞാനിവിടെ രണ്ടാമത്തെ സെലക്ട് ചെയ്യുന്നു. റെസൊല്യൂഷൻ 300 കൊടുക്കുന്നു. കളർ മോഡ് RGB, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ്. അതിനുശേഷം ക്രിയേറ്റ് കൊടുക്കുന്നു. ഇപ്പോഴിവിടെ ആ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഓപ്പൺ ചെയ്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ മൂവ് ടൂൾ ഉപയോഗിച്ച്, അതായത് ആദ്യത്തെ മൂവ് ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ട് ഈ ഡോക്യുമെൻറ്റിലായിട്ട് കൊണ്ടുവരുന്നു. അതിനുശേഷം ഈ സൈഡിലായിട്ട് സെറ്റ് ചെയ്യുന്നു. ഇതിനെ കൺട്രോൾ കോപ്പി ചെയ്ത ശേഷം കൺട്രോൾ V അടിച്ച് പേസ്റ്റ് ചെയ്യുന്നു. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ആൾട്ട് അമർത്തി പിടിച്ച് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് താഴോട്ട് കൊണ്ടുവന്നാൽ മതി. അതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ആവുന്നത് ആണ്. അതിനുശേഷം ഫയലിൽ പോവുക, സേവ് ആസ് കൊടുത്ത് നിങ്ങൾക്കിത് JPG ഫോർമാറ്റിലേക്ക് സേവ് ചെയ്ത് എടുക്കാവുന്നത് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത്, അതായത് പ്രിൻ്റ് ഔട്ടിന് ഏകദേശം 10 രൂപയാകത്തുള്ളൂ ഒരു കോപ്പിക്ക്. പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് അത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ 8 ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് 8 ഫോട്ടോസിന് നമ്മൾക്ക് വന്ന ചിലവ് 10 രൂപയേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കോൺ എനേബിൾ കൂടി ചെയ്യുക.